ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനത്തെ മസാലപ്പൊടികൾ ഒന്നും ചേർത്തിട്ടില്ല. പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മസാലപ്പൊടികൾ, ചിക്കൻ കബാബ്, ചിക്കൻ മസാല, അങ്ങനത്തെ അതൊന്നും ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നാടൻ മസാല കൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് എത്രയും വേഗം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 4 പച്ചമുളകും ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാനിവ നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം, അതായത് വലിയ ജീരകം നമുക്കിത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ചുവപ്പ് മുളക് പൊടിയും ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയൊന്നും ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മല്ലിപ്പൊടിയും ഞാനിത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ മസാലയും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ പേസ്റ്റ് പോലെ നമ്മളിത് അരച്ചെടുക്കണം. അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു 1/2 കിലോ ചിക്കനാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പായിട്ടിരിക്കാനാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ചേർക്കാം. ഞാനിത് ഉരുക്കിയ നെയ്യാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലേവർ ഉണ്ട്. ഈ ഒരു കൂട്ടിന് തന്നെ നല്ലൊരു അടിപൊളി മണമാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ നാടൻ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, നാടൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഞാനിവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു 2-3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പൊരിക്കട്ടെ. ഈ ചിക്കൻ്റെ കൂടെ നമ്മൾ ഇതിലിട്ടിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ കൂടെ പൊരിഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി നമ്മളെ ചിക്കൻ ഫ്രൈയിൽ ഉണ്ടാകും. അപ്പം നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അത് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഇട്ടിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു അരിപ്പ തവി ഉപയോഗിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പം ഞാനിത് ഒരു തവണ ഫ്രൈ ചെയ്യുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് ഒരുപാട് തവണ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ചൂടോടെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏത് ഫുഡും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴല്ലേ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഓൾ എന്ന് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണേ. അങ്ങനെയാകുമ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എയർ ഫ്രയറിൽ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്.